ഹായ് ഹലോ നമസ്കാരം. എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസീസസ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്ത ടോപ്പിക്കാണ് എല്ലാവർക്കും അറിയാം. കാരണം ഡിസീസസ് കൊണ്ട് വലഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ദിവസവും ഡിസീസിനെ കുറിച്ച് നമ്മളെ കുറേ കാലം വീട്ടിനകത്ത് അടച്ചു പൂട്ടിയിട്ട ഒരു സംഭവമാണ് ഡിസീസ് എന്ന് പറയുന്നത് അല്ലേ. കൊറോണ, അത് കഴിഞ്ഞ് നിപ്പ, ദിവസവും പുതിയ പുതിയ അസുഖങ്ങളാണ്. ആ ഡിസീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം കേട്ടറ്റിനാണെങ്കിലും LPUPക്കാണെങ്കിലും എല്ലാത്തിനും ഈവൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ടോപ്പിക്കിന് വരെ ഉള്ള ടോപ്പിക്കാണ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസീസസിനെ ഒഴിവാക്കി നമുക്കൊരു പഠിത്തമേ ഇല്ല. അപ്പോൾ നമുക്ക് നേരെ നോക്കാം. ഡിസീസിനെ നമ്മളിന്ന് പഠിക്കുന്നത് വേറൊരു രീതിയിലാണ്. അതായത് കോഡുകൾ ഉപയോഗിച്ചാണ് ഡിസീസസ് പഠിക്കുന്നത്. വളരെ എളുപ്പമുള്ള കോഡുകൾ ഉപയോഗിച്ച് നമ്മൾ ഡിസീസസ് പഠിക്കുന്നു. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ. ആദ്യം ഡിസീസിൽ ഫംഗൽ ഡിസീസാണ്. നമുക്കറിയാം ഡിസീസസ് ആരാ ഉണ്ടാക്കുന്നത്? ഡിസീസ് ഉണ്ടാക്കുന്നത് ഒന്നോ ബാക്ടീരിയ, അല്ലെങ്കിൽ വൈറസ്, അല്ലെങ്കിൽ ഫംഗസ്, അതും അല്ലെങ്കിൽ ഹെൽമിന്തസ് എന്ന് പറയും. അതായത് വേംസ് അല്ലെങ്കിൽ വിരകൾ ഉണ്ടാക്കും. അതും അല്ലെങ്കിൽ പ്രോട്ടോസോവ ഉണ്ടാക്കും. ഈ 5 കൂട്ടരാണ് അസുഖം ഉണ്ടാക്കുന്നത്. ഈ 5 കൂട്ടരുടെയും പേര് പഠിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വഴിയേ പഠിക്കും. അപ്പോൾ ഈ 5 പേരുടെ പേര് കുത്തിയിരുന്ന് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഹെൽമിന്തസ്, അത് കഴിഞ്ഞ് പ്രോട്ടോസോവ എന്നൊന്നും പഠിക്കേണ്ട. ഓരോരുത്തരായിട്ട് നമുക്ക് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ഫംഗൽ രോഗങ്ങൾ? ആസ്പെർജില്ലോസിസ്, അത്ലറ്റ്സ് ഫുട്ട്, കാൻഡിയാസിസ്, റിംഗ്വർം. നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത കുറേ ഇംഗ്ലീഷ് പേരുകളാണ് അല്ലേ. നമുക്ക് എങ്ങനെ പഠിക്കാം? ജില്ലയിൽ നിന്ന് വന്ന അത്ലറ്റ് കാൻഡിഡേറ്റിൻ്റെ റിംഗ് ആരോ ചൂണ്ടി. അതാണ് നമ്മുടെ കോഡ്. ഞാൻ കോഡ് എഴുതണോ? എഴുതിയേക്കാം അല്ലേ. ജില്ലയിൽ നിന്ന് വന്ന അത്ലറ്റ് കാൻഡിഡേറ്റിൻ്റെ റിങ് ആരോ അടിച്ചു മാറ്റി കേട്ടോ, ഞാനല്ല, ആരോ അടിച്ചു മാറ്റി. ചൂണ്ടി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ചൂണ്ടി എന്ന് പറഞ്ഞാൽ അടിച്ചു മാറ്റി എന്നൊക്കെയാണ് പറയണത്. അപ്പം ജില്ലയിൽ നിന്ന് വന്ന അത്ലറ്റ് കാൻഡിഡേറ്റിൻ്റെ റിങ് ആരോ ചൂണ്ടി എന്നുള്ള കോഡാണ് നമ്മൾ പഠിക്കുന്നത്. ജില്ല എന്ന് പറഞ്ഞാൽ ആസ്പെർജില്ലോസിസ്. അപ്പോൾ ആസ്പെർജില്ലോസിനെ ഓർക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ജില്ല എന്നാണ്. ആസ്പെർജില്ലോസിസ് ഇതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം അല്ലെങ്കിൽ രോഗമുണ്ടാക്കുന്ന രോഗകാരി അല്ലെങ്കിൽ സൂക്ഷ്മാണു എന്ന് പറയുന്നുണ്ട് അല്ലേ. ഈ സൂക്ഷ്മാണുവിൻ്റെ പേര് കുത്തിയിരുന്ന് പഠിക്കൊന്നും വേണ്ട. ആസ്പെർജില്ലോസിസ്, ആസ്പെർജില്ലസ് ഓട്ടോമൈക്രോസിസ്. നിങ്ങൾക്ക് വേറെ ആസ്പെർജില്ലസ് വെച്ച് വേറെ പേരുകളൊന്നും തരില്ല. മിക്കവാറും രോഗത്തിൻ്റെ പേര് അതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസമായിട്ട് ബന്ധപ്പെട്ട പേരായിരിക്കും. എന്താണ് ഈ കോസേറ്റീവ് ഓർഗാനിസം? രോഗകാരി. രോഗമുണ്ടാക്കുന്ന രോഗകാരികളെയാണ് പാത്തോജൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂക്ഷ്മാണു എന്ന് പറയുന്നത്. ആ സൂക്ഷ്മാണുവിൽ ഈ ഫംഗസ് ആസ്പെർജില്ലസ് ഓട്ടോമൈക്രോസിസ് എന്ന് പറയുന്നതാണ് ജില്ല എന്ന നമ്മുടെ കോഡിൽ വരുന്ന ശ്വാസകോശ രോഗമായ ആസ്പെർജില്ലോസിസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആസ്പെർജില്ലോസിസ് എന്ന് പറയുന്ന ശ്വാസകോശ രോഗം ഉണ്ടാക്കുന്നത് ഒരു ഫംഗസ് ആണ്. ഫംഗസ് ഉണ്ടാക്കുന്ന രോഗം ഏതാ? ഒന്ന് ആസ്പെർജില്ലോസിസ്. മറക്കരുത് കേട്ടോ. ജില്ലയിൽ നിന്ന് വന്ന അത്ലറ്റ് കാൻഡിഡേറ്റിന്റെ റിംഗ് ആരോ ചൂണ്ടി എന്നാണ് കോഡ്. അടുത്തത് ജില്ലയിൽ നിന്ന് വന്ന അത്ലറ്റ് എന്ന് പറഞ്ഞാൽ അത്ലറ്റ്സ് ഫുട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വളങ്കടി എന്നൊക്കെ പറയും അല്ലേ. ഈ ചെളിയിലും ചേറിലും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്കിന്നൊക്കെ വിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചോരയും ഒക്കെ വരുന്ന പഴുത്ത് നിൽക്കുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾ മണ്ണിലും വെള്ളത്തിലും ഒന്നും ഇറങ്ങാത്തതുകൊണ്ട് ഇതൊന്നും അറിയില്ലായിരിക്കും. പണ്ടൊക്കെ സ്ഥിരമായിട്ടുള്ള പരിപാടികളാണ് ഈ അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറയുന്നത്. ഈ ജില്ലയിൽ നിന്ന് വന്ന അത്ലറ്റ് കാൻഡിഡേറ്റിൻ്റെ അത്ലറ്റാണ് അത്ലറ്റ്സ് ഫുട്ട്. ആരാണ്ടാക്കുന്നത്? ട്രൈക്കോഫൈറ്റൺ. നമ്മൾ ഫംഗസുകളെ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആൾക്കാരാണ് ട്രൈക്കോഫൈറ്റൺ, എപ്പിഡെർമോഫൈറ്റൺ, അതുപോലെ മൈക്രോസ്പോറം, എപ്പിഡെർമോഫൈറ്റൺ, ട്രൈക്കോഫൈറ്റൺ എന്ന് പറയുന്ന ആൾക്കാർ കോമൺ ആയിട്ടുള്ള ഫംഗസുകളാണ് കേട്ടോ. അപ്പോൾ ഫംഗസാണ് ഉണ്ടാക്കുന്നത്. ഈ ഫംഗസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗസ് എന്ന് പറഞ്ഞാൽ പൂപ്പൽ. നിങ്ങൾ കണ്ടില്ലേ? അതിൻ്റെ ലക്ഷണം എന്തായിരിക്കും? ചൊറിച്ചിൽ. എവിടെ ഫംഗസ് ഇൻഫെക്ഷൻ വന്നാലും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ചൊറിച്ചിലാണ്. അപ്പോൾ ഇച്ചിങ് അല്ലെങ്കിൽ ചൊറിച്ചിലാണ് ലക്ഷണം. ഒന്ന് മനസ്സിൽ റെക്കോർഡ് ചെയ്ത് വെച്ചോളാം. മിക്കവാറും എല്ലാ രോഗങ്ങളുടെയും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് പനിയായിരിക്കും. എന്തുകൊണ്ടാണ് പനി വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറിയോ? പനി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ സോണാണ് നമ്മുടെ ശരീരം. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറാണ്. അതിനകത്ത് അവർ കംഫർട്ടബിൾ ആയിട്ട് സുഖമായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? ഇവരെ ഓടിച്ചു വിടണം, വേണ്ടേ? ഓടിച്ചു വിടാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂട്ടും. അതാണ് പനി. അപ്പോൾ ആരെങ്കിലും ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ ബോഡി തരുന്ന ഒരു ലക്ഷണമാണ് പനി. പനി എന്ന് പറയുന്ന ഒരു രോഗമൊന്നും അല്ല കേട്ടോ.
പക്ഷെ ഫംഗസ് ഇൻഫെക്ഷനിൽ നിങ്ങൾ കണ്ണും അടച്ചു പഠിച്ചോ, എന്തായിരിക്കും? ചൊറിച്ചിൽ അഥവാ ഇച്ചിങ് ആയിരിക്കും ലക്ഷണം. എന്തുകൊണ്ടാണ് വരുന്നത്? വൃത്തിയില്ലായ്മ കൊണ്ട് അല്ലേ? പേഴ്സണൽ ഹൈജീൻ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. നമ്മൾ പേഴ്സണൽ ഹൈജീൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫംഗസ് രോഗം എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ലക്ഷണം എന്താണെന്ന് പറഞ്ഞു, അതിനെടുക്കേണ്ട മുൻകരുതൽ എന്താണെന്ന് പറഞ്ഞു. പേഴ്സണൽ ഹൈജീനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും പറഞ്ഞു. അപ്പോൾ ആസ്പെർജില്ലോസിസ് എന്ന് പറയുന്ന ശ്വാസകോശ സംബന്ധമായ രോഗമാണ്. ആസ്പെർജില്ലസ് ഓട്ടോമൈക്രോസിസ് ആണ് അത് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തതാണ് അത്ലറ്റ്സ് ഫുട്ട്, ട്രൈക്കോഫൈറ്റിനാണ് അതിന് കാരണം. മൂന്നാമത്തത് ജില്ലയിൽ നിന്ന് വന്ന അത്ലറ്റ് കാൻഡിഡേറ്റ് ആണ് കാൻഡിയാസിസ്. കേട്ടിട്ടുണ്ടാകും ഈ പേര്, നിങ്ങൾ സാധാരണ കേൾക്കുന്ന പേരാണ് കാൻഡിയാസിസ്. കാൻഡിഡ ആൽബിക്കൻസ് ആണ് ഇതുണ്ടാക്കുന്നത്. കാൻഡിഡ ആൽബിക്കൻസ്. അപ്പോൾ കാൻഡിയാസ് എന്ന് പറയുന്നതും ഒരുതരം പൂപ്പൽ രോഗം തന്നെയാണ്, ഫംഗൽ രോഗം തന്നെയാണ്. റിംഗ് ആരോ ചൂണ്ടി, റിംഗ് എന്ന് പറയുന്നത് റിംഗ് വേം, വട്ടച്ചൊറി എന്ന് കണ്ടിട്ടില്ലേ? വട്ടച്ചൊറി എന്ന് പറഞ്ഞാൽ കയ്യിലൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ഡിസ്കളറേഷൻ ഉണ്ടാകും, കളർ വ്യത്യാസം ഉണ്ടാകും. അതിൻ്റെ ചുറ്റുമായിട്ട് കുരുകുരുരാന്നുള്ള ചെറിയ കുരുക്കൾ വരും. അപ്പോൾ നമ്മളിങ്ങനെ വട്ടത്തിൽ ചൊറി പോലെ ഇരിക്കും. അതിനാണ് വട്ടച്ചൊറി അഥവാ റിംഗ് വേം എന്ന് പറയുന്നത്. മൈക്രോസ്പോറമാണ് അതിൻ്റെ കാരണക്കാരൻ. അപ്പോൾ ഈ പറഞ്ഞ ജില്ലയിൽ നിന്ന് വന്ന അത്ലറ്റ് കാൻഡിഡേറ്റിൻ്റെ റിംഗ് ആരോ ചൂണ്ടി എന്നുള്ള 4 അസുഖങ്ങളാണ് നമ്മൾ പഠിച്ചത്. ആസ്പെർജില്ലോസിസ്, അത്ലറ്റ്സ് ഫുട്ട്, കാൻഡിയാസിസ്, റിംഗ് വേം. ഇനി ചൂണ്ടി എന്നതിന് അർത്ഥം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കേട്ടോ ചുണങ്ങ് എന്ന് പറയും. തിരുവനന്തപുരം സൈഡിലൊക്കെ തേമൽ എന്ന് പറയും. ഈ തലയിലൊക്കെ നിറച്ചും താരനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വീണിട്ട് കളറൊക്കെ മാറുന്നൊരവസ്ഥ, അതും ഫംഗൽ രോഗത്തിൻ്റെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ്. അപ്പോൾ ജില്ലയിൽ നിന്ന് വന്ന അത്ലറ്റ് കാൻഡിഡേറ്റിൻ്റെ റിംഗ് ആരോ ചൂണ്ടി ഏതൊക്കെയാണ് അസുഖങ്ങൾ? ആസ്പെർജില്ലോസിസ്, അത്ലറ്റ്സ് ഫുഡ്, കാൻഡിയാസിസ്, റിംഗ് വേം. മറക്കരുത്. ബാക്ടീരിയൽ ഡിസീസും വൈറൽ ഡിസീസും ഒക്കെ ആയിട്ട് പുറകെ ഞാൻ ആപ്പിൽ വരുന്നുണ്ട് നിങ്ങളെ കാണാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം കേട്ടോ. അപ്പോൾ അടുത്തത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പഠിക്കുമ്പോൾ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ, ഫംഗസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ, വിരകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, ഇതെല്ലാം പഠിക്കുന്നതിനോടൊപ്പം തന്നെ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ഇങ്ങനെ രോഗങ്ങളുടെ ഒരു നിര പഠിച്ചാലേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ പഠിക്കണമെങ്കിൽ നമുക്ക് ഓർമ്മ വരണ്ടേ ഇതൊക്കെ? ഓർമ്മ വരണമെങ്കിൽ എന്ത് ചെയ്യണം? കോഡ് ഉപയോഗിക്കണം. ഫംഗൽ രോഗങ്ങൾ ജില്ലയിൽ നിന്ന് വന്ന അത്ലറ്റ് കാൻഡിഡേറ്റിൻ്റെ റിംഗ് ആരോ ചൂണ്ടി, മറക്കരുത്. അടുത്തത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ചിക്കൻ ബോക്സ്, ഡിഫ്തീരിയ, ആന്ത്രാക്സ്, സാഴ്സ്, വില്ലൻ ചുമ, 5-ാം പനി, ഇനിയുണ്ട് കേട്ടോ. ഇൻഫ്ലുവൻസ, ജലദോഷം, ക്ഷയം, ന്യൂമോണിയ, മുണ്ടിതീര്. കോഡ് പഠിച്ചാലോ? എങ്ങനെയാ പഠിക്കുക? ചിക്കൻ ബോക്സ്, ഡിഫ്തീരിയയുടെ മലയാളം വാക്ക് പറഞ്ഞുതരാം കേട്ടോ. തൊണ്ടമാല അല്ലെങ്കിൽ തൊണ്ടമുള്ള് എന്നൊക്കെ പറയുന്ന രോഗമാണ് ഡിഫ്തീരിയ. പഠിച്ചാലോ? ചിക്കൻ തൊണ്ടയിൽ കുടുങ്ങിയ ആന്ധ്രാക്കാരി സാറയ്ക്ക് വില്ലനായത് എന്താണ്? 5 ഇഞ്ചക്ഷനുമാണ്. അപ്പോൾ ചിക്കൻ തൊണ്ടയിൽ കുടുങ്ങിയ ആന്ധ്രാക്കാരി സാറയ്ക്ക് വില്ലനായത് 5 ഇഞ്ചക്ഷനുമാണ് എന്നാണ് കോഡ്. എഴുതണോ? ചിക്കൻ തൊണ്ടയിൽ കുടുങ്ങിയ, ആന്ധ്രയുടെ സ്പെല്ലിംഗ് ഇതല്ലാന്ന് എനിക്കറിയാം, ആന്ധ്രാക്കാരി സാറയ്ക്ക് വില്ലനായത് 5 ഇഞ്ചക്ഷനുമാണ്. നോക്കാം അല്ലേ? അപ്പോൾ ഇതിൽ ചിക്കൻ എന്ന് പറയുന്നത് ചിക്കൻ പോക്സ് അറിയാം. വെരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ് ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് വായുവിലൂടെ പകരുന്നതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന രോഗമാണ്. അപ്പോൾ ചിക്കൻ പോക്സ് ആദ്യത്തെ രോഗം ചിക്കൻ പോക്സ്. രണ്ടാമത്തെ ഡിഫ്തീരിയ, തൊണ്ടമാല, തൊണ്ടമുള്ള് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഡിഫ്തീരിയ വായുവിലൂടെ പകരുന്ന രോഗമാണ്. ഏകദേശം ഇറാഡിക്കേറ്റ് ചെയ്ത സ്റ്റേജിലായിരുന്നു. ഈ അടുത്ത കാലത്ത് വീണ്ടും കണ്ടുവന്നു. അതുകൊണ്ടാണ് ഇത് കൂടെ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. തൊണ്ടമാല, തൊണ്ടമുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ഡിഫ്തീരിയ. അപ്പോൾ ചിക്കൻ തൊണ്ടയിൽ കുടുങ്ങിയ ആന്ത്രാക്സ് എന്ന് പറയുന്ന രോഗം ഒരു സൂണോട്ടിക് ഡിസീസാണ്. അനിമൽസിൽ നിന്ന് അല്ലെങ്കിൽ കന്നുകാലികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ബാസില്ലസ് ആന്ത്രാസിസ് എന്ന് പറയുന്ന രോഗകാരി ഉണ്ടാക്കുന്ന, ബാക്ടീരിയ ഉണ്ടാക്കുന്ന, ടെൻഷൻ ആവേണ്ട, ബാക്ടീരിയൽ രോഗമൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ.
തൽക്കാലം ഈ കോഡ് പഠിച്ച വായുവിലൂടെ പകരുന്ന രോഗങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ചിക്കൻ ബോക്സ്, ഡിഫ്തീരിയ, തൊണ്ടമാല, തൊണ്ടമുള്ള, ആന്ത്രാക്കാരിയുടെ ആന്ത്രാക്സ്, സാറ, സാഴ്സ്. സാഴ്സ് എന്ന് പറഞ്ഞാൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. സാഴ്സ് എന്ന് പറയുന്ന രോഗവും വായുവിലൂടെ പകരുന്ന രോഗമാണ്. അപ്പോൾ ചിക്കൻ തൊണ്ടയിൽ കുടുങ്ങിയ ആന്ത്രാക്കാരി സാറയ്ക്ക് വില്ലനായത് വില്ലൻ ചുമ. കേട്ടിട്ടുണ്ടോ? എന്താ ഈ വില്ലൻ ചുമ? പെർട്ടൂസിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പെർട്ടൂസിസ് അല്ലെങ്കിൽ വൂപ്പിംഗ് കഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന വില്ലൻ ചുമ. നിങ്ങളൊക്കെ DPT വാക്സിൻ എന്ന് കേട്ടിട്ടുണ്ടാവും. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് എന്ന പേരിൽ വാക്സിൻ കൊടുക്കാറുണ്ട്. DPT വാക്സിൻ. ആ രോഗമാണ് DPTയുടെ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ഈ പെർട്ടൂസിസ് ആണ് വൂപ്പിംഗ് കഫ് അല്ലെങ്കിൽ വില്ലൻ ചുമ. ചുമച്ച് 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 വില്ല് പോലെ വളയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു വില്ലൻ ചുമ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചിക്കൻ തൊണ്ടയിൽ കുടുങ്ങിയ ആന്ത്രാക്കാരി സാറയ്ക്ക് വില്ലനായത് 5 ഇഞ്ചക്ഷനുമാണ്. 5 ഇഞ്ചക്ഷനിൽ 5ആം പനി. കേട്ടിട്ടുണ്ട്? 5ആം പനി എന്ന് പറഞ്ഞാൽ എന്താ? 5ആം പനി എന്ന് പറഞ്ഞാൽ മീസിൽസ്, മണ്ണൻ, ചപ്പട്ട എന്നീ രോഗങ്ങളൊക്കെ അറിയപ്പെടുന്ന 5ആം പനിയാണ് അടുത്ത രോഗം. അപ്പോൾ ചിക്കൻ ബോക്സ്, തൊണ്ടമാല അല്ലെങ്കിൽ തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന ഡിഫ്തീരിയ, ആന്ത്രാക്സ്, സാഴ്സ്, വില്ലൻ ചുമ, 5ആം പനി. ചിക്കൻ തൊണ്ടയിൽ കുടുങ്ങിയ ആന്ത്രാക്കാരി സാറയ്ക്ക് വില്ലനായത് 5 ഇഞ്ചക്ഷനുമാണ്. ഇഞ്ചക്ഷനുമാണെന്ന് എങ്ങനെ നോക്കാം? ഇഞ്ചക്ഷൻ, ഇൻഫ്ലുവൻസ, ഇൻഫ്ലുവൻസ, ഇഞ്ചക്ഷൻ, ജലദോഷത്തിൻ്റെ ജ, ഇഞ്ചക്ഷൻ, ക്ഷയം, ഇഞ്ചക്ഷനു, ന്യൂമോണിയ, മുണ്ടിനീര്. അപ്പോൾ ഇഞ്ചക്ഷനുമാണ് ഇൻഫ്ലുവൻസ, ജലദോഷം, ക്ഷയം, ന്യൂമോണിയ, മുണ്ടിനീര്. ഇൻഫ്ലുവൻസ, ജലദോഷം നിങ്ങൾക്കറിയാം. ക്ഷയം എന്ന് പറയുന്നതാണ് ലെപ്രസി. ക്ഷയം എന്ന് ലെപ്രസി എന്ന് പറയുന്നത് കുഷ്ഠമാണ്. ക്ഷയം എന്ന് പറയുന്നതാണ് ട്യൂബർക്കുലോസിസ്. TB എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നില്ലേ? അതാണ് ക്ഷയം എന്ന് പറയുന്നത്. ന്യൂമോണിയ എന്ന് പറയുന്നത് ഒരു പനിയാണ്. വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. മുണ്ടിനീര് എന്ന് പറയുന്നത് മംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയായ പരോട്ടിഡ് ഗ്ലാൻഡിന് അല്ലെങ്കിൽ പരോട്ടിഡ് ഗ്രന്ഥിക്കുണ്ടാവുന്ന അണുബാധയ്ക്ക് പറയുന്ന പേരാണ് മുണ്ടിനീര്. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ച കോഡ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ കോഡിൽ പഠിക്കാം. ചിക്കൻ തൊണ്ടയിൽ കുടുങ്ങിയ ആന്ത്രാക്കാരി സാറയ്ക്ക് വില്ലനായത് 5 ഇഞ്ചക്ഷനുമാണ്. എന്തൊക്കെയാണ് രോഗങ്ങൾ? ചിക്കൻ ബോക്സ്, തൊണ്ടമാല, തൊണ്ടമുള്ള, ആന്ത്രാക്കാരി ആന്ത്രാക്സ്, സാഴ്സ്, വില്ലൻ ചുമ, 5ആം പനി, ഇൻഫ്ലുവൻസ, ജലദോഷം, ക്ഷയം, ന്യൂമോണിയ, മുണ്ടിനീര്. അപ്പോൾ നമ്മൾ ഫംഗൽ രോഗങ്ങളും പഠിച്ചു, വായുവിലൂടെ പകരുന്ന രോഗങ്ങളും പഠിച്ചു. രണ്ടും പഠിച്ചില്ലേ? പേരുകളൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ കോഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡിസീസ് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത വൈറൽ രോഗങ്ങൾ എങ്ങനെയാണ് പഠിക്കുക? വൈറൽ രോഗങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ തന്നെ ഒരു കാര്യം പറയാം. സത്യം ഞാൻ പറയുള്ളൂ കേട്ടോ, നുണയൊന്നും പറയില്ല, സത്യം മാത്രമേ പറയുള്ളൂ. അപ്പോൾ നമ്മളെങ്ങനെ കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ പറയും? സത്യം 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 എന്ന് പറയും അല്ലേ? അപ്പോൾ എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പേര് പത്മശ്രീ രാധാകൃഷ്ണൻ എന്നാണ്. ഞാൻ സത്യമേ പറയൂ. അപ്പോൾ ആദ്യത്തെ കോഡ് സച്ച് P3. ഇത് മനസ്സിൽ ഓർത്ത് വെച്ചോ, ബാക്കി പിന്നെ പറയാം. അപ്പോൾ അതായത് നമ്മൾ വൈറസിൻ്റെ രോഗങ്ങളെ പഠിക്കാൻ പോകണം. വൈറസിൻ്റെ രോഗം പഠിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പേര് പറഞ്ഞുതരാം. DYSPG പേര് ഞാൻ പറയാം. DYSPയുടെ ഡി എന്ന് പറയുന്നത് ഡെങ്കിപ്പനി. Y എന്ന് പറയുന്നത് യെല്ലോ ഫീവർ, മഞ്ഞപ്പനി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന യെല്ലോ ഫീവർ. എസ് എന്ന് പറയുന്നത് സാഴ്സ് സ്മോൾ പോക്സ്. എസ് എന്ന് പറയുന്ന 2 രോഗങ്ങൾ നമ്മൾ പഠിച്ചു. സാഴ്സ് എന്ന് പറയുന്നത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് പറയുന്ന സാഴ്സ്, സ്മോൾ പോക്സ് എന്ന് പറയുന്ന വസൂരി. രണ്ടും ആരാണ്ടാക്കുന്നത്? വൈറസാണ്. നമ്മൾ കുറച്ച് ചേട്ടാനിയന്മാർ രോഗങ്ങളുണ്ട് അല്ലേ? എന്തേ ചേട്ടാനിയന്മാർ രോഗങ്ങൾ? നമ്മുടെ മീസിൽസ് എന്ന് പറയുന്ന 5ആം പനി, ചപ്പട്ട, മണ്ണൻ എന്നൊക്കെ പറയുന്ന സാധനമില്ലേ? ആ സാധനം. അതിൻ്റെ കുറച്ചുകൂടെ വലിയ ആളായിട്ടുള്ള നമ്മുടെ ചിക്കൻ ബോക്സിനേക്കാളും കുറച്ച് വലിയ ആളായിട്ടുള്ള വസൂരി, ഈ പറഞ്ഞ തക്കാളിപ്പനി, ഇങ്ങനെ സ്കിന്നിൽ ഇങ്ങനെ റാഷസ് വന്ന് പൊന്തി വരുന്ന എല്ലാ രോഗങ്ങളെയും നമുക്ക് ഒരൊറ്റ കൂട്ടത്തിൽ കൂട്ടാം, വൈറസിൻ്റെ കൂട്ടത്തിൽ. അവരൊക്കെ ഉണ്ടാക്കുന്ന വൈറസാണ് കേട്ടോ.
അപ്പോൾ DYSP ഡെങ്കി ഫീവർ, Y യെല്ലോ ഫീവർ, S സാൾസ് സ്മോൾ പോക്സ്, P പോളിയോ അല്ലെങ്കിൽ പിള്ളവാതം. അപ്പോൾ DYSP. G എന്താണ്? J എന്ന് പറയുന്ന ജലദോഷം, I എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ. അപ്പോൾ എന്തായി? DYSPG. D ഡെങ്കി ഫീവർ, Y യെല്ലോ ഫീവർ, S സാൾസ്, S സ്മോൾ പോക്സ്, P പോളിയോ, G എന്ന് പറയുന്നത് ജലദോഷം, ഇൻഫ്ലുവൻസ. ഇനി പറയുന്ന രോഗങ്ങളാണ് ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ, ഹെർപ്പിസ്, അരിമ്പാറ അല്ലെങ്കിൽ എയ്ഡ്സ്, മുണ്ടിനീര്, എബോള, റുബല്ല, ചാമർ. അപ്പം DYSPG ചാമർ എന്ന പേരാണ് നമ്മൾ പഠിക്കുന്നത്. DYSPG ചാമർ. അതിൽ എസ് ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. എസ്സിൽ 2 അസുഖങ്ങൾ പഠിച്ചു, സാൾസും സ്മോൾ പോക്സും. അതുകൊണ്ട് എസ് ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ D ഡെങ്കു ഫീവർ, Y യെല്ലോ ഫീവർ, S സാൾസ് സ്മോൾ പോക്സ്, P പോളിയോ, J ജലദോഷം, I ഇൻഫ്ലുവൻസ. ഇനി C എന്താണ്? C എന്ന് പറയുന്നത് ചിക്കൻ ബോക്സ്, ചിക്കൻ ഗുനിയ. ചിക്കൻ ബോക്സും ചിക്കൻ ഗുനിയാണ്. അപ്പോൾ അവിടെ 2 അസുഖമുണ്ട് അല്ലേ? ചിക്കൻ ബോക്സും ചിക്കൻ ഗുനിയാണ്. രണ്ടും വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. അടുത്തത് ഹെർപ്പിസ്. ഹെർപ്പിസ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോക്സിൻ്റെ കുറച്ചുകൂടെ ഒരു വൈൽഡ് ആയിട്ടുള്ള രൂപമാണ് ഹെർപ്പിസ്. ജെനൈറ്റൽ റീജിയനിലും അല്ലെങ്കിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ പാർട്ടുകളിലൊക്കെ വരാറുണ്ട് ഈ പറഞ്ഞ ഹെർപ്പിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജെനൈറ്റൽ ഹെർപ്പിസ് എന്ന് പറയും. അല്ലാത്ത ഹെർപ്പിസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഹെർപ്പിസ് എന്ന് പറയുന്നതും ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നതും എന്താണ്? ഹെർപ്പിസ് എന്ന് പറയുന്നതും ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നതും വൈറസ് രോഗങ്ങളാണ്. ഇനി അരിമ്പാറ എയ്ഡ്സ്. അരിമ്പാറ വാർട്ട് എന്ന പേരിൽ കണ്ടിട്ടില്ലേ? വാർട്ട് എന്ന് പറയുന്നത് വൈറസ് രോഗമാണ്. അരിമ്പാറ വാർട്ട് എന്ന് പറയുന്ന വൈറസ് രോഗമാണ്. അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന പേരിൽ അറിയപ്പെടുന്ന HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഉണ്ടാക്കുന്ന എയ്ഡ്സും എന്താണ്? എയ്ഡ്സും നമ്മളീ പറഞ്ഞ പോലെ വൈറസ് രോഗമാണ്. അപ്പോൾ എസ് വെച്ച് 2 അസുഖമായി സാൾസ് സ്മോൾ പോക്സ്, എ വെച്ച് 2 അസുഖമായി എയ്ഡ്സ് അരിമ്പാറ, സി വെച്ച് 2 അസുഖമായി ചിക്കൻ ബോക്സ് ചിക്കൻ ഗുനിയ, എച്ച് വെച്ച് 2 അസുഖമായി ഹെർപ്പിസ് ഹെപ്പറ്റൈറ്റിസ്. ഇനി നമ്മുടെ ഇത് കഴിഞ്ഞിട്ടില്ല. CI HI AI എം എന്ന് പറയുന്നത് മുണ്ടിനീര്, മംസ്. നേരത്തെ പറഞ്ഞില്ലേ, പരോട്ടിഡ് ഗ്ലാൻഡ്, സലേവറി ഗ്ലാൻഡായ പരോട്ടിഡ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാകുന്ന രോഗത്തിനെയാണ് മുണ്ടിനീര് അഥവാ മംസ് എന്ന് പറയുന്നത്. താടവീക്കം എന്ന പേരിലും അത് അറിയപ്പെടാറുണ്ട് കേട്ടോ. ഇനിയാണ് എബോളയാണ് E. R എന്ന് പറയുന്ന റുബല്ല. ജർമ്മൻ മീസൽസ് എന്ന പേരിൽ അറിയപ്പെടുന്ന റുബല്ലയാണ് R എന്ന് പറയുന്നത്. നമ്മൾ MMR വാക്സിൻ എടുക്കുന്നത് മംസ്, മീസിൽസ്, റുബല്ലയ്ക്കാണ്. കേട്ടോ MMR വാക്സിൻ എടുക്കുന്നത്. വാക്സിനൊക്കെ ഞാൻ പിന്നെ പറയാം, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞ വാക്സിൻ്റെ പേര്. ഇനി P വെച്ച് ഇത്ര രോഗമാണ്: പന്നിപ്പനി, പക്ഷിപ്പനി, പേ വിഷബാധ. പന്നിപ്പനി, പക്ഷിപ്പനി, പേ വിഷബാധ. പന്നിപ്പനി സ്വൈൻ ഫ്ലൂ, പക്ഷിപ്പനി ഏവിയൻ ഫ്ലൂ, പേ വിഷബാധ എന്ന് പറയുന്ന റാബിസ്. നമ്മൾ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈഡ്രോഫോബിയ. ജലത്തിനോടുള്ള പേടി കൊണ്ട് ഹൈഡ്രോഫോബിയ എന്ന പേരിലും അത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ പന്നിപ്പനി, പക്ഷിപ്പനി, പേ വിഷബാധ. P വെച്ചുള്ള 3 രോഗങ്ങൾ. ഞാൻ ആദ്യം നിങ്ങൾക്കൊരു കോഡ് എഴുതുന്നു, സച്ച് P3 എന്നുള്ളത്. എന്താണെന്ന് മനസ്സിലായോ? എസ് വെച്ച് 2 രോഗങ്ങൾ സാൾസ് സ്മോൾ പോക്സ്, എ വെച്ച് 2 രോഗങ്ങൾ എയ്ഡ്സ് അരിമ്പാറ, സി വെച്ച് 2 രോഗങ്ങൾ ചിക്കൻ ബോക്സ് ചിക്കൻ ഗുനിയ, എച്ച് വെച്ച് 2 രോഗങ്ങൾ ഹെർപ്പിസ് ഹെപ്പറ്റൈറ്റിസ്, P വെച്ച് 3 രോഗങ്ങൾ. എന്തൊക്കെയാണ്? പന്നിപ്പനി, പക്ഷിപ്പനി, പേ വിഷബാധ. അപ്പോൾ വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? ഏതൊക്കെയാണ്? DYSPG അല്ലേ? DYSPG പഠിച്ചപ്പോൾ ഡെങ്കി ഫീവർ, യെല്ലോ ഫീവർ, സാൾസ്, സ്മോൾ പോക്സ്, പോളിയോ, ജലദോഷം, ഇൻഫ്ലുവൻസ, ചിക്കൻ ബോക്സ്, ചാമർ, ഹെർപ്പിസ് ഹെപ്പറ്റൈറ്റിസ്, അരിമ്പാറ, എയ്ഡ്സ്, മുണ്ടിനീര്, എബോള, റുബല്ല, പന്നിപ്പനി, പക്ഷിപ്പനി, പേ വിഷബാധ. അപ്പം നമ്മൾ രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് 3 തരം കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് ഫംഗൽ ഇൻഫെക്ഷൻ. ഏതൊക്കെയാണ്? ഫംഗൽ ഇൻഫെക്ഷനിൽ ജില്ലയിൽ നിന്ന് വന്ന അത്ലറ്റ് കാൻഡിഡേറ്റിൻ്റെ റിങ് ആരോ ചൂണ്ടി. രണ്ടാമത് നമ്മൾ എന്താ പഠിച്ചത്? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ചിക്കൻ തൊണ്ടയിൽ കുടുങ്ങി ആന്ധ്രാക്കാരി സാറയ്ക്ക് വില്ലനായത് 5 ഇഞ്ചക്ഷനുമാണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു DYSPG ചാമർ.
സച്ച് P3 എന്ന കോഡും പഠിച്ചു. ഈ 4 കോഡിൽ കൂടെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് എന്താണ്? ഫംഗസ് രോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയെടുത്ത് ഏതൊക്കെയാണ് ഫംഗൽ രോഗങ്ങൾ, ഏതൊക്കെയാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, ഏതൊക്കെയാണ് വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ. പഠിക്കാൻ എളുപ്പമല്ലേ? ഈ 4 കോഡ് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി എവിടെയും പേസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ല, അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നത് നിങ്ങൾക്ക് നാണക്കേടാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ സേവറായിട്ട് വെച്ചോ. നിങ്ങളല്ലേ കാണുന്നുള്ളൂ. നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ സേവറായിട്ട് വെച്ചോ. അത് നിങ്ങളല്ലേ കാണുന്നുള്ളൂ. അപ്പം നമ്മളത് എപ്പോഴും കാണുന്ന ഒരു സാധനമാണല്ലേ മൊബൈൽ. നമ്മളത് കാണാതിരിക്കുകയില്ല. 10 പ്രാവശ്യം കാണുമ്പോൾ മനസ്സിൽ പതിയും, കണ്ണിൽ പതിയും, മനസ്സിൽ പതിയും, നിങ്ങൾ പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഇനിയും നമുക്ക് പഠിക്കേണ്ടേ ഡിസീസിനെ കുറിച്ച്? ഇനിയും ക്ലാസ്സുകളുമായിട്ട് ഞാൻ വരുന്നതാണ്. ആപ്പിൽ നിങ്ങളെ കാണാനായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണും. നിങ്ങൾക്ക് വാട്സാപ്പിലൂടെയോ കോളുകളിലൂടെയോ വിളിക്കാം. നിങ്ങൾ എവിടെ നിന്ന് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും കാണും. നമ്മൾ ഇനിയും കാണും. താങ്ക് യു.